ബിജെപിയുടെ പ്രതിനിധി അഡ്വക്കേറ്റ് ഉല്ലാസ് ബാബുവിലേക്കാണ്. അഡ്വക്കേറ്റ് ഉല്ലാസ് ബാബു, ഇന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു വ്യക്തിയുടെ സ്റ്റേറ്റ്മെന്റ് പുറത്തു വന്നിട്ടുണ്ട്. അത് ബാർ കൗൺസിൽ ഓഫ് ഇന്ത്യ ചെയർമാന്റെ വാക്കുകളാണ്. ഈ സമരത്തിന് പിന്നിൽ എല്ലാവിധ സാമൂഹ്യ വിരുദ്ധരും ദേശവിരുദ്ധരും ഒത്തുചേർന്നാണ് ഈ ജന്തർ മന്ദറിലെ പ്രതിഷേധം എന്ന് വളരെ കൃത്യമായി അദ്ദേഹം പറയുകയാണ്. ബാർ കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ ചെയർമാനാണ് ഇത് പറയുന്നത്. വിദേശ ഫണ്ട്, ജോർജ് സോറോസിന്റെ ഫണ്ട് വാങ്ങുന്ന ആളുകൾ വരെ ഈ കൂട്ടത്തിലുണ്ട്. ഒരു നേതാവിൻ്റെ പേര് പറയാതെ തന്നെ അദ്ദേഹം ആരാണെന്ന് വ്യക്തമാകുന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെ അദ്ദേഹം വളരെ വിശദമായി പ്രതിപാദിക്കുന്നുമുണ്ട്. ഇതിൽ ഒരു ഡീപ് സ്റ്റേറ്റിൻ്റെ കൃത്യമായ സാന്നിധ്യം കാണാനാകുന്നുണ്ട്. പക്ഷേ ഇവിടെ ബേസിൽ പാറേക്കുടി പറയുന്നത് അവിടെ ഭക്ഷണമൊക്കെ എത്തിക്കുന്നത് ഈ കേരളത്തിൽ നിന്നൊക്കെ വളരെ ആ സമരത്തോട് വലിയ ഐക്യദാർഢ്യം പുലർത്തുന്ന ആളുകളൊക്കെ ഇവിടെ നിന്ന് അവിടെ നിൽക്കുന്ന ആളുകൾക്ക് ഭക്ഷണം ഓർഡർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനെ ഈ സൗദി അറേബ്യയിൽ നിന്നും ഖത്തറിൽ നിന്നും ബംഗ്ലാദേശിൽ നിന്നുമൊക്കെ ഇത്തരത്തിൽ ആ സമരക്കാർക്ക് വലിയ പിന്തുണ ലഭിക്കുന്നതിനെയൊക്കെ അതെന്തോ ഉദാത്തമായ ഒരു കാര്യമാണ് എന്നാണ് ബേസിൽ പാറേക്കുടി പറഞ്ഞു വെക്കുന്നത്. ബേസിൽ പാറേക്കുടിക്ക് അങ്ങനെയല്ലേ പറയാൻ പറ്റുള്ളൂ. അയാൾ ആ സമരത്തെ അംഗീകരിക്കുകയും ആ സമരത്തിൻ്റെ ക്രെഡിറ്റ് എങ്ങനെയെങ്കിലും 2 മാസം കാണാതിരുന്ന പ്രതിപക്ഷ നേതാവ് വന്നപ്പോൾ അതിനെ പിടിച്ച് മുന്നിൽ പോയി നിന്ന് പ്രധാനമന്ത്രിയുടെ വീട്ടിലേക്ക് പോയി അത്രയും കാലം ഇല്ലാത്ത സ്നേഹം ഈ പ്രതിഷേധക്കാരോട് കാണിച്ച് അതിനെ ക്രെഡിറ്റ് അടിച്ച് നോക്കാൻ ശ്രമിച്ച പാർട്ടിയുടെ വക്താവാണല്ലോ. അദ്ദേഹം അത് പറഞ്ഞോട്ടെ, അദ്ദേഹത്തിൻ്റെ അവകാശമാണല്ലോ, അദ്ദേഹത്തിന് അത് പറയാം. പക്ഷേ ഒരു കാര്യം വളരെ വ്യക്തമായിട്ടുള്ളത്, 2 കാര്യത്തിലാണ് ഇതിന് മറുപടി. ഒന്നെന്താണ്? ഒന്ന്, അവിടെ ജന്തർ മന്ദറിൽ കുട്ടികൾ നടത്തുന്ന സമരം. 2, ആ സമരത്തിൻ്റെ മറവിൽ സ്ഥിരം ചില ആളുകളുണ്ട്. കേന്ദ്ര സർക്കാരിനെയും ഭാരതീയ ജനതാ പാർട്ടിയെയും എങ്ങനെയെങ്കിലും ഒന്ന് താഴെ ഇറക്കാം എന്ന് സ്വപ്നം കണ്ട് നടക്കുന്ന ഒരു വിഭാഗം. അവർ NRCയുടെ കാലഘട്ടത്തിലും CAAയുടെ കാലഘട്ടം വന്നാലും അങ്ങനെ സമരങ്ങൾ കർഷക സമരമാണെങ്കിലും ഇവരൊരു ടീം വർക്കാണ്. പായസത്തിന് നാളികേരപ്പാൽ ചേർക്കണ ജാതി ഇവർ ടീം ഇങ്ങനെ കൂടി വരും. അതെന്ന് പറഞ്ഞ ദേശവിരുദ്ധ മുദ്രാവാക്യങ്ങൾ ഉയർത്തുക, ദേശവിരുദ്ധ ശക്തിയുമായിട്ട് കൂട്ടുകച്ചവടം നടത്തുക, അത് നേരെ കൊണ്ടുവന്ന് ഏതെങ്കിലും സമരമുണ്ട് എങ്കിൽ ആ സമരമുഖത്ത് ആ മുന്നിൽ നിന്നുകൊണ്ട് അതിനെ ഹൈജാക്ക് ചെയ്യാൻ ശ്രമിക്കുന്ന ഒരു വിഭാഗം. ആ വിഭാഗം നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ സാധിക്കും. അതിൽ കുറച്ച് സെലിബ്രിറ്റികളും ഉണ്ട് അതിനകത്ത്. അവന്മാരും ഇതിനകത്ത് മുന്നിൽ വന്ന് മൈക്ക് വന്ന് കുറേ ഡയലോഗുകൾ അങ്ങ് വിട്ടുകളയും. ഇവന്മാരെല്ലാം ഒരു 10 വർഷമായിട്ടുള്ള സമരങ്ങൾ കണ്ടാൽ ആ സമരത്തിൻ്റെ മുമ്പിലൊക്കെ ഉണ്ടാവും. അത് ഒരു കൃത്യമായിട്ടൊരു അജണ്ടയുടെ രാഷ്ട്രീയമാണ്. ആ രാഷ്ട്രീയം ദേശവിരുദ്ധ ശക്തികളുമായിട്ടുള്ള കൂട്ടുകെട്ട് തന്നെയാണ്. അതിപ്പോൾ ആരല്ല എന്ന് പറഞ്ഞാൽ അവിടെ നടക്കുന്ന കാര്യങ്ങളും ബൈറ്റുകളും പുറത്തു വന്നാൽ കണ്ടില്ലേ. എങ്ങനെയാണ് നീറ്റിലെ നടന്ന വിഷയം? ആ വിഷയത്തെ ആദ്യം ഈ പരീക്ഷ നടക്കുന്നു, അതിനുശേഷം ആ പരീക്ഷയുടെ ക്രമക്കേട് കണ്ടെത്തുന്നു. ആ കണ്ടെത്തിയതിന് ശേഷം അതിൽ സർക്കാർ ഇടപെട്ടതിന് ശേഷം CBI എൻക്വയറിക്ക് വിടുന്നു. CBI എൻക്വയറിക്ക് വിട്ടതിന് ശേഷം അതിനകത്ത് ആളുകളെ സസ്പെൻഡ് ചെയ്യുന്നു. അതിൻ്റെ മുഖ്യ ചാർജ് ഉണ്ടായിരുന്ന IAS ഉദ്യോഗസ്ഥനെ റിമൂവ് ചെയ്യുന്നു. അതിനുശേഷം 13ഓളം പേരെ അറസ്റ്റ് ചെയ്യപ്പെടുന്നു. ബാക്കി 23ഓളം പേർക്കെതിരെ അന്വേഷണങ്ങൾ നടക്കുന്നു. അതിനുശേഷം CBT കൃത്യമായിട്ട് ISROൻ്റെ രാധാകൃഷ്ണൻ സാറിൻ്റെ നേതൃത്വത്തിലുള്ള ടീമുണ്ടാകുന്നു. അതിനുശേഷം എക്സാം നടത്തുന്നു, നീറ്റ് നടക്കുന്നു. അതിനുശേഷം റിസൾട്ട് വരുന്നു. അതിൻ്റെ കൗൺസിലിംഗ് പ്രൊസീജിയറുകൾ കൃത്യമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നു. സ്വാഭാവികമായിട്ട് ഈ കാര്യങ്ങൾ നടക്കുമ്പോൾ നീറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ട് ഉണ്ടായ ചില പ്രയാസങ്ങളുടെയും പ്രശ്നത്തിൻ്റെയും പേരിൽ അതിനെക്കുറിച്ച് അന്വേഷിക്കണമെന്ന കുട്ടികളുടെ അവകാശം, അതിൽ ജീവൻ നഷ്ടപ്പെട്ടിട്ടുള്ള കുട്ടികൾക്ക് വേണ്ടിയുള്ള ഒരു പ്രവർത്തനത്തിൻ്റെ പ്രതിഷേധം, അത് സ്വാഭാവികമായിട്ട് ജനാധിപത്യ ഭാരതത്തിനകത്ത് ആ കുട്ടികൾക്ക് അതിനുള്ള അവകാശമുണ്ട്. ഭാവിയിൽ ആ പ്രയാസങ്ങൾ ഉണ്ടാകാതെ നോക്കേണ്ട ഉത്തരവാദിത്വം സർക്കാരിനുമുണ്ട്. സർക്കാർ അത് വളരെ കൃത്യമായിട്ട് ചെയ്യുന്നുമുണ്ട്. ഈ വിഷയത്തിലും സർക്കാരിൻ്റെ ഇടപെടലുകളും ഇതൊക്കെ ഇതേ മന്ത്രി തന്നെയാണ് ആ കാര്യങ്ങൾ ചെയ്തത്. 2004 മുതൽ 2026 വരെയുള്ള ചരിത്രം പരിശോധിച്ച് നോക്കിയാൽ ചോദ്യപേപ്പർ വിവാദവുമായി ബന്ധപ്പെട്ട്, അതിൻ്റെ ലീക്കേജുമായി ബന്ധപ്പെട്ട്, അത് മധ്യപ്രദേശിലായിക്കോട്ടെ, രാജസ്ഥാനിലായിക്കോട്ടെ, ബീഹാറിലായിക്കോട്ടെ, പഞ്ചാബിലായിക്കോട്ടെ, കേരളത്തിലായിക്കോട്ടെ, സകലവിധ സ്ഥലങ്ങളിലും ഈ പ്രയാസങ്ങൾ ഉണ്ടായപ്പോൾ കേന്ദ്ര സർക്കാരിൻ്റെ നേതൃത്വത്തിലും ഉണ്ടായ സമയത്ത് ഒരു കോൺഗ്രസ് മന്ത്രിമാരും ഒരു കാലഘട്ടത്തിലും രാജിവെച്ചതായും കണ്ടില്ല. അത് കൃത്യമായി ഇവരെ സമരക്കാരുമായി ചർച്ച ചെയ്തതായിട്ട് കണ്ടിട്ടില്ല. പിന്നെ ഇന്ന് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് വരുമ്പോൾ കുട്ടികൾ ഉന്നയിക്കുന്ന വിഷയം
ഭാരതത്തിൻ്റെ ഭാവി വാഗ്ദാനങ്ങളായിട്ടുള്ള മക്കൾ ഉന്നയിക്കുന്ന വിഷയം, അത് പ്രതിഷേധാത്മകമായിട്ട് അവർക്കുണ്ടായ നീറ്റിൻ്റെ ഇഷ്യൂ, ആ ഇഷ്യൂ കൃത്യമായി സർക്കാർ അഡ്രസ്സ് ചെയ്യുന്നുണ്ട്, പ്രധാനമന്ത്രി അഡ്രസ്സ് ചെയ്യുന്നുണ്ട്, ബഹുമാനായ JP നദ്ദാജി അഡ്രസ്സ് ചെയ്യുന്നുണ്ട്. അത് സംശയലേശം എന്നെ പറയാം, അത് പരിഹരിക്കുക തന്നെ ചെയ്യും. അത് അവരുമായിട്ട് ചർച്ച നടക്കുന്നുണ്ട്, അതിലാരും വിഷമിക്കേണ്ട. രണ്ടാമത്തെ വിഷയം എന്താണ്? ഈ കുട്ടികളുടെ സമരത്തെ മുന്നിൽ നിർത്തിക്കൊണ്ട് ടൂൾ കിറ്റ് ഉപയോഗിച്ചുകൊണ്ട് ആര് അതിനെ ഹൈജാക്ക് ചെയ്യുന്നു? മത രാഷ്ട്രീയത്തിൻ്റെ പേരിലുള്ള രാജവിരുദ്ധ ശക്തികൾ. ഒരുത്തൻ ഇവിടെ വീഡിയോ ചെയ്ത് നിങ്ങൾ കണ്ടില്ല, അത് ബേസിൽ എന്ന് പറയപ്പെടുന്ന കോൺഗ്രസിൻ്റെ വക്താവ്, അദ്ദേഹം അത് കണ്ടിട്ടുണ്ടോ ഇല്ലെന്ന് എനിക്കറിയില്ല. അദ്ദേഹം എന്താണ് പറയുക, ഞാൻ നേപ്പാളിൽ പോയി കല്ലെറിഞ്ഞവനാണ്, ഞാൻ അവിടുത്തെ പോലീസിനെ ഇങ്ങനെ ഞാത്തിയിട്ട് ആഗ്രഹിക്കുന്ന ആളാണ്. അതേപോലെ അവൻ്റെ നെഞ്ചത്തേക്ക് പാർലമെൻറ്റ് ഇങ്ങനെ പീരങ്കിയിൽ പോയിട്ട് കിടുകിടുകിടുകിടുന്നതിന് അടിക്കണം, അതേപോലെ പ്രധാനമന്ത്രി അടക്കമുള്ള ആളുകളെ മുഴുവൻ കിടുകിടുകിടുകിടുന്നതിനെ വെടിവെക്കണം എന്ന് പറഞ്ഞ ആരാ? ആ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അതേപോലെ നിരവധി വീഡിയോകൾ. വേറൊരുത്തം പറയണത് കേട്ടു, ഇത് ഏതോ പുസ്തകത്തിൽ പറഞ്ഞിട്ടുള്ള 7ാമത്തെ സാധനമാണ് അത്ര. ഏത്? ഈ സമരം, കുട്ടികളുടെ ഈ സമരം ആ പുസ്തകത്തിൽ പറഞ്ഞിട്ടുള്ള ഒരു ജാതീയമായിട്ടുള്ള 7ാമത്തെ ഒരു സാധനമാണ്. അത് പ്രത്യേകിച്ച് പാറ്റകളുടെ രൂപത്തിലും അതേപോലെ തന്നെ കുറേ രൂപത്തിലൊക്കെ വരും. അത് ഒരു മതപരമായിട്ടുള്ള കാര്യമാണെന്ന് മനോരമ ചാനലിൻ്റെ മൈക്കിന് മുമ്പിലാണ് ഒരു വയനാട്ടിൽ നിന്ന് പോയി ഒരുത്തൻ അത് പറയുന്നത് കേട്ടത്. ഞാൻ ചോദിക്കേണ്ടത് ഇതായിരുന്നു അവിടെ നീറ്റിൻ്റെ വിഷയം. വേറൊരാൾ പറയുന്നത് ഒരു ഇത് കണ്ടു, പാലസ്തീനുമായി ബന്ധപ്പെട്ട ഒരു കൊടി ഉയർത്തിപ്പിടിച്ച് അവിടെ നടക്കുന്ന വിഷയവുമായി ബന്ധപ്പെട്ടൊരു ബാനർ, അതായിരുന്നു ഈ സമരത്തിൻ്റെ വിഷയം. മറ്റൊരു വിഷയം എന്താണ്ടായിരുന്നത്? ആർട്ടിക്കിൾ 370 ലിഫ്റ്റ് ചെയ്തതുമായി ബന്ധപ്പെട്ട് കാശ്മീരിൻ്റെ വിഷയമായി ഉന്നയിച്ച് മറ്റൊരു ബാനർ, അതായിരുന്നു അവിടുത്തെ വിഷയം. രണ്ടാമത്തെ കാര്യം എന്താണ്? ജയിൽ മോചിതരാക്കപ്പെടണം. ആരെ? ഭാരതത്തിനും ദേശത്തിനും എതിരായി പ്രവർത്തിച്ച് ജയിലിൽ കിടക്കുന്ന ചില ആളുകളെ ജയിൽ മോചിതരാക്കണമെന്നുള്ള ചില മുദ്രാവാക്യങ്ങൾ. അതേപോലെ തന്നെ ജയ് ശ്രീറാം വിളിക്കാൻ പാടില്ല എന്നുള്ള ആഹ്വാനങ്ങൾ, പകരം ഏത് വിളിക്കണമെന്നുള്ള ആഹ്വാനങ്ങൾ. ഇതൊക്കെയാണോ ജന്തർ മന്ദറിൽ നടക്കുന്ന സമരത്തിൻ്റെ അജണ്ട എന്ന് പറയപ്പെടുന്നത്? ആ പ്രതിഷേധിക്കുന്ന സത്യസന്ധമായിട്ട് നീറ്റ് വിഷയത്തിൽ പ്രതിഷേധിക്കുന്ന കുട്ടികൾക്ക്, ഭാവി തലമുറയുടെ ഭാഗമായിട്ടുള്ള മക്കൾക്ക് അവർ പോലും ചിന്തിച്ചിട്ടുണ്ടാകില്ല അവരുടെ സമരത്തെ ഹൈജാക്ക് ചെയ്തുകൊണ്ട് ഭാരതത്തിൻ്റെ ചില ക്ഷുദ്രശക്തികൾ ഈ നാടിനെതിരായി പ്രവർത്തിക്കുന്ന കുട്ടികളായി ഇവരെ ചിത്രീകരിക്കുന്നു, ആ രാഷ്ട്രീയത്തിലേക്ക് കൊണ്ടുപോകുന്നു. ഈ കുട്ടികളുടെ പുറകിൽ ഇത്ര ആൾക്കാർ കൂടിയതെന്താ? കാശിന് ഉപകാരമില്ലാത്തൊരു പ്രതിപക്ഷമുണ്ട് ഇവിടെ. ആ പ്രതിപക്ഷത്തിനെ കൊണ്ട് ഒന്നിനും കൊള്ളുന്നില്ല എന്നുള്ള ജനങ്ങളുടെ ഫീലിംഗ് ആയിരിക്കാം ആ കുട്ടികളുടെ കൂടെ ആളുകൾ ഉണ്ടാകുന്നത്. ആ കുട്ടികളുടെ ആവശ്യം ജനുവിനാണെങ്കിൽ സർക്കാർ പരിഹരിക്കും, ജനുവിനായ വിഷയത്തിൽ സർക്കാർ ഇടപെടും. സർക്കാർ ഇമ്മീഡിയറ്റ് പറഞ്ഞല്ലോ നിങ്ങൾക്ക് എന്താണ് ചർച്ച ചെയ്യേണ്ടത്, ഫ്ലോറിൽ ചർച്ച ചെയ്യാം. ഇവരുടെ പാർട്ടിക്കാരുണ്ടായിരുന്നല്ലോ, എന്താ ഇവരുടെ പാർട്ടിക്കാർ ഇത് ഉന്നയിക്കാഞ്ഞ്? എന്താണ് ജന്തർ മന്ദറിലെ ഈ കുട്ടികളോട് ഈ സ്നേഹം? ഒരു സുപ്രഭാതത്തിൽ വന്ന വ്യക്തി ടൂർ കറങ്ങാൻ പോയ സമയത്ത് അദ്ദേഹത്തിൻ്റെ പ്രതിനിധികളെ ഇദ്ദേഹം ഇവിടേക്ക് അയച്ച് കുട്ടികളെ സംരക്ഷിച്ചോ, കുട്ടികളെ ഇഷ്ടമാണെന്ന് പറഞ്ഞോ? 6-ാം തീയതി ജൂൺ മുതൽ ഇവരുടെ പ്രതിഷേധം ഈ പാർലമെന്റ് മാർച്ച് നടത്തുന്നതിൻ്റെ തലേ ദിവസം വരെ ഇവരുടെ കോൺഗ്രസ് നേതാക്കന്മാരുടെ അജണ്ട എന്തായിരുന്നു? ഇവരുടെ രാഷ്ട്രീയം എന്തായിരുന്നു? അവരോട് കാണിച്ച സമീപനം എന്തായിരുന്നു? പ്രതിപക്ഷ വക്താവ് എന്താ അതിലിടപെട്ട? നേതാവ് ഉണ്ടായിരുന്നോ ഈ നാട്ടിനകത്ത്? അപ്പം നിങ്ങളുടെ ആ സ്നേഹമൊക്കെ എന്തിനായിരുന്നുവെന്നും ഈ സ്നേഹം ഇപ്പോൾ കൊണ്ടുവന്നത് ഏത് രാഷ്ട്രീയത്തിൻ്റെ അടിസ്ഥാനത്തിലാണെന്നും, രാഷ്ട്രീയ മുതലെടുപ്പിന് വേണ്ടി ഈ നാടിനകത്തെ ചെറുപ്പക്കാരുടെ ഒരു സമരത്തെ നിങ്ങൾ ഹൈജാക്ക് ചെയ്ത് കൊണ്ടുപോകുന്നതിൻ്റെ പുറകിലുള്ള രാഷ്ട്രീയം എന്താണ്? അതിൻ്റെ സാമ്പത്തിക സ്രോതസ് എന്താണ്? ആ കുട്ടികളുടെ അല്ല. അങ്ങനെ ആരും തെറ്റിദ്ധരിക്കേണ്ട. ആ ബഹുമാനായിട്ടുള്ള അഡ്വക്കേറ്റ് രാംകുമാർ സാറ് പറഞ്ഞു, ആ കുട്ടികളുടെ ആ സമരത്തിൻ്റെയോ ആ കുട്ടികളുടെ സമരത്തിൻ്റെയോ അവരുടെ ആവശ്യങ്ങളുടെയോ പുറകിലുള്ളവരല്ല. ആ കുട്ടികളെ മുന്നിൽ നിർത്തിക്കൊണ്ട് അവരെ ഷെയ്ഡ് ചെയ്ത് നിർത്തിക്കൊണ്ട് അതിൻ്റെ പുറകിൽ നടത്തുന്ന രാഷ്ട്രീയ അജണ്ട സെറ്റ് ചെയ്തുകൊണ്ട് ഈ രാജ്യത്തിനെതിരായി പ്രവർത്തിക്കുന്ന വിഭാഗങ്ങൾ അതിൽ നുഴഞ്ഞു കയറിയിരിക്കുന്നു. ആ നുഴഞ്ഞു കയറിയവർ എന്തിനു വേണ്ടിയാണ്? അവരുടെ രാഷ്ട്രീയം എന്താണ്? അവർ എന്തിൻ്റെ അജണ്ട എന്താണ്? അവരുടെ സോഴ്സ് എന്താണ് എന്നുള്ളതാണ് അദ്ദേഹം ഉന്നയിച്ചതെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. അത് ഇതല്ലല്ലോ എല്ലാവരും അന്വേഷിക്കുന്നതല്ലേ ഓരോ ബൈറ്റും. എന്താണ് മലയാളി മാധ്യമങ്ങൾ മാത്രം ഏറ്റവും കൂടുതൽ അവിടെ വട്ടം തിരിച്ച് നടക്കുന്നത്? അത് രാഷ്ട്രീയ അജണ്ടയാണ് എന്ന്. അപ്പോൾ ഈ കുട്ടികളുടെ സമരത്തെ ഹൈജാക്ക് ചെയ്ത് കൊണ്ടുപോകുന്ന രാജവിരുദ്ധ ശക്തികളെ കൃത്യമായി തന്നെ നേരിടും. ഞാൻ ചോദിക്കട്ടെ, പോലീസിന് നേരെ ആക്രമണം നടന്നപ്പോൾ എന്താ ആ വിഷയത്തെ ആരും ഇവർ അഡ്രസ്സ് ചെയ്തില്ല? ഇവിടെ കുറേ ആളുകൾ കുട്ടികൾക്ക് നേരെയുള്ള വിഷയങ്ങളെന്ന് പറഞ്ഞു. കുട്ടികൾക്ക് നേരെയുള്ള വിഷയത്തെ ഒരു സംശയവും വേണ്ട, സർക്കാർ നടപടി എടുത്തോളും. രണ്ടാമത്തെ കാര്യം, കുട്ടികളുടെ പേരും പറഞ്ഞ് അതിൻ്റെ പുറകിൽ പ്രവർത്തിച്ച രാജ്യദ്രോഹ ശക്തികളുടെ നേതൃത്വത്തിൽ വനിതാ മാധ്യമ പ്രവർത്തകരുടെ മുമ്പിൽ പാൻറ്റിൻ്റെ സിബ് ഉരി കാണിച്ച ഒരു വൃത്തികെട്ടവൻ ഉണ്ടായിരുന്നല്ലോ. ആ വൃത്തികെട്ടവൻ ആരായിരുന്നു? കുട്ടികളായിരുന്നില്ലല്ലോ, വിദ്യാർത്ഥി ആയിരുന്നില്ലല്ലോ.
അവിടെ വന്നിരുന്ന പ്രവർത്തകർക്ക് വേണ്ടിയിട്ട് ഈ കല്ലേറ് നടത്തിയിട്ടുള്ളതും അവിടെ അക്രമം നടത്തിയിട്ടുള്ളതും പോലീസുകാരെ തല്ലിയതും മാധ്യമപ്രവർത്തകരെ തല്ലിയതും അവിടെ അക്രമം അഴിച്ചുവിട്ടതും വണ്ടികൾ കത്തിക്കാൻ ശ്രമിച്ചതും ഒക്കെ ആയിട്ടുള്ള വ്യക്തികൾ, ആ വ്യക്തികൾ ആരും ഈ വിദ്യാർത്ഥികളെല്ലാം മറിച്ച് ആരാണ് അതിൻ്റെ പുറകിൽ നടത്തിയിട്ടുള്ള ഗൂഢാലോചനയുടെ ഭാഗമായിട്ട് അതിലേക്ക് കയറ്റിവിട്ടുള്ള വിഭാഗമാണ്. ആ വിഭാഗത്തെ അന്വേഷിക്കും, ഒരു സംശയവുമില്ല. അത് രാജ്യത്തിനെതിരെ നേപ്പാൾ ഉണ്ടാക്കണം. ഒരുത്തൻ പറഞ്ഞു കേട്ടില്ലേ, നേപ്പാളിൽ കല്ലെറിഞ്ഞവനാണ് ഞാൻ, നേപ്പാൾ ഇവിടെ വേണം. അവിടെ അന്നത്തെ സമരത്തിൽ നടന്നു പോകുന്നവൻ പറയുന്നിട്ടില്ലേ, നേപ്പാൾ ആവർത്തിക്കും. അതിന് തൊട്ട് മുമ്പ് ശ്രീലങ്ക ഉണ്ടായി, അത് ആവർത്തിക്കും. അതിന് തൊട്ട് മുമ്പ് ബംഗ്ലാദേശ് ഉണ്ടായി, അത് ആവർത്തിക്കും. അപ്പൊ ഇവർ ഇതിന്റെ രാഷ്ട്രീയം എന്താണ്? അട്ടിമറിക്കണം. ആരട്ടിമറിക്കണം? ഒരു രാജ്യത്തിൻ്റെ ഭരണത്തെ അട്ടിമറിച്ചുകൊണ്ട് അരാജക രാഷ്ട്രീയവാദം ഉണ്ടാക്കി ഈ നാടിനകത്ത് ഇവർ നടത്തുന്ന അജണ്ടകൾ, തീവ്രവാദ അജണ്ടകളെ സൃഷ്ടിക്കാൻ ഈ മക്കളുടെ ആവശ്യത്തിന് വേണ്ടിയുള്ള സമരത്തെ മുന്നിൽ നിർത്തി ഹൈജാക്ക് ചെയ്ത ആളുകൾക്ക് പിന്തുണ കൊടുക്കുന്നു ഭാരതത്തിന്റെ പ്രതിപക്ഷം എന്ന് പറഞ്ഞാൽ ആ പ്രതിപക്ഷത്തിന്റെ ഇന്റൻഷൻ അവിടെ വ്യക്തമാണ്. അതിന്റെ പുറകിലിറങ്ങിയ ഓരോ വ്യക്തികളെയും അക്കമിട്ട് എണ്ണി നോക്കിക്കഴിഞ്ഞാൽ ഈ മസാലക്കൂട്ട് കമ്പനി CAA-യിലും കാണാം, ഈ മസാലക്കൂട്ട് കമ്പനിയെ NRC-യിലും കാണാം, ഈ മസാലക്കൂട്ട് കമ്പനി കർഷക സമരത്തിലെയും കാണാം, ഈ മസാലക്കൂട്ട് കമ്പനി ഭാരതത്തിന്റെ ഭരണസിരാ കേന്ദ്രത്തിന് മുമ്പിൽ നടക്കുന്ന സമരങ്ങളെ ഹൈജാക്ക് ചെയ്യുന്ന അജണ്ട സെറ്റ് ചെയ്യുന്ന വരുന്നവരായിട്ട് കാണാം. അപ്പൊ ആ മസാലക്കൂട്ട് കൊണ്ടുവന്നാൽ അതിനു മുമ്പിൽ സർക്കാർ മുട്ടുമടക്കില്ല. സർക്കാർ കുട്ടികളുടെ വിഷയം അത് കൃത്യമായി പ്രധാനമന്ത്രി അഡ്രസ് ചെയ്തിട്ടുണ്ടല്ലോ. അതിനപ്പുറത്തേക്ക് എന്താ ചെയ്യേണ്ടത്? നിരാഹാരം കെടുത്ത കാര്യവുമായി ബന്ധപ്പെട്ട് നിരാഹാരം പെടുന്ന വ്യക്തിയെ അടിയന്തരമായി ആശുപത്രിയിലേക്ക് മാറ്റണം. അപ്പൊ അതിന്റെ അപ്പുറത്ത് ഐസയെ പോലെയുള്ള SFIന്റെ പോലെയുള്ള ആളുകൾ എടുക്കുന്നുണ്ടായിരുന്നല്ലോ. അവരുടെ ജീവനം സംരക്ഷിക്കണമെന്ന് ഹൈക്കോടതിയിൽ വിവരാവകാശ പ്രവർത്തകൻ പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിഗേഷൻ ഫയൽ ചെയ്തില്ല. ഒരാൾക്ക് വേണ്ടി മാത്രമാണല്ലോ ഫയൽ ചെയ്തത്. അദ്ദേഹത്തിന് ഹൈക്കോടതി വിധി അനുസരിച്ചല്ലേ സർക്കാർ കൊണ്ടുപോയത്. ഇവരുടെ ആവശ്യം എന്തായിരുന്നു? ഇവരുടെ ആവശ്യം അവിടെ സർക്കാരിനെതിരായിട്ടുള്ള വലിയൊരു വിഷയമുണ്ടാക്കി അത് കലാപത്തിലേക്ക് കൺവെർട്ട് ചെയ്യാനായിരുന്നു. കോടതിയല്ലേ ഇടപെട്ടത്. കോടതി ഇടപെട്ട സമയത്ത് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് നമ്മൾ കൊണ്ടുപോയില്ലേ. ഇതിനു മുമ്പുള്ള ചരിത്രം ഉണ്ടല്ലോ. UPA ഭരണകാലഘട്ടത്തിൽ നടന്നിട്ടുള്ള ഓരോ സമരങ്ങൾ, അണ്ണാ ഹസാരയുടെ ആയിക്കോട്ടെ, അതിനു മുമ്പുള്ള സമരമായിക്കോട്ടെ, നിരവധി സമരങ്ങളിൽ എന്തായിരുന്നു UPA സർക്കാരിന്റെ നിലപാടുകൾ? ആ സർക്കാർ എടുത്ത സമീപനമാണോ കേന്ദ്ര സർക്കാർ എടുത്തത്? കേന്ദ്ര സർക്കാർ JP നദ്ദാജി സംസാരിക്കാൻ തയ്യാറായില്ലേ? ഇവരുടെ പ്രതിപക്ഷത്തിനോട് പറഞ്ഞില്ലേ നിങ്ങൾക്ക് എന്താണ് ഫ്ലോറിൽ ചർച്ച ചെയ്യേണ്ടത്? ഫ്ലോറിൽ തന്നെയല്ലേ ചർച്ച ചെയ്യേണ്ടത്? എന്താ നിങ്ങൾ ഉന്നയിക്കാഞ്ഞ വിഷയങ്ങൾ? നിങ്ങൾക്കത് ചർച്ച ചെയ്യാനല്ലോ ആഗ്രഹം. അപ്പൊ നിങ്ങൾക്കൊരു പ്രതലമുണ്ടാക്കി, അതിനകത്തൊരു പൊടിപടലമുണ്ടാക്കി, ആ രാഷ്ട്രീയത്തിനകത്ത് എങ്ങനെയെങ്കിലും കുത്തിത്തിരിപ്പിന്റെ മേമ്പൊടി ചേർത്തുകൊണ്ട് ഭാരതത്തിനെതിരായി പ്രവർത്തിക്കണമെന്ന രാഷ്ട്രീയ അജണ്ടയുമായി വന്നാൽ അതിനു മുമ്പിൽ BJP മുട്ടുമടക്കില്ല എന്നേ, അതിനു മുമ്പ് സമരസപ്പെടില്ല എന്നേ. മക്കളുടെ കാര്യം കൃത്യമായിട്ട് നമ്മുടെ ഭാവി തലമുറയുടെ പ്രയാസമുണ്ടായ കാര്യത്തിൽ സർക്കാർ ഇടപെടും. അല്ലാതെ അതിൻ്റെ പുറകിൽ രാഷ്ട്രീയം കളിച്ചാൽ നല്ല രീതിയിൽ അതിനെ കൈകാര്യം ചെയ്യും, നല്ല രീതിയിൽ അതിനെ പ്രതിരോധിക്കും. ഓരോ കോൺഗ്രസ് പാർട്ടിക്കും, ഓരോ തട്ടിപ്പ് സംഘങ്ങൾക്കും, ഓരോ മസാലക്കൂട്ട് കമ്പനികൾക്കും അതിൽ നുഴഞ്ഞു കയറി രാജ്യത്തിനെതിരായി പ്രവർത്തിക്കാൻ ഈ രാജ്യത്ത് ഭാരതീയ ജനതാ പാർട്ടി സർക്കാർ ഭരിക്കുമ്പോൾ നിന്നുകൊടുക്കില്ല. കൃത്യമായി ആ കാര്യം കൈകാര്യം ചെയ്തിരിക്കും, ഒരു സംശയമില്ല. ഓക്കെ.